ഇല്ല, അങ്ങനെയുള്ള സിനിമകൾ ഞാൻ അങ്ങനെയുള്ളൊരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു ഇപ്പം ലാസ്റ്റ് ഞാൻ ചെയ്തതിൽ 67 വയസ്സുള്ള കേശുവിനെയാണ് വേറൊരാളായിട്ട് പെർഫോം ചെയ്തത്. ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങളുള്ള സിനിമകൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുതിയ തലമുറയുടെ തന്നെ ഒരു സംവിധായകനായിരിക്കും. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാനാണ് ഏതൊരു ആക്ടർക്കും നമ്മൾ നോർമലായിട്ട് അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും അറിയില്ല അവരുടെ സ്വഭാവം, അവരുടെ രീതികൾ, അവരുടെ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയായിരിക്കും, അവരുടെ തമാശകൾ എങ്ങനെ. അത് നമ്മളൊരു കഥാപാത്രമായി മാറി കഴിയുമ്പോഴാണ് നമുക്ക് 1-2 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് തന്നെ അത് കിട്ടുന്നത്. അപ്പോൾ അത് ദിവസവും പെർഫോം ചെയ്യാൻ നമുക്ക് വേറൊരു എനർജിയാണ്. അയാളെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ അയാളെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് പ്രത്യേകിച്ച് ആ സിനിമകളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ഏറ്റെടുത്തതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാനും പലപ്പോഴും ചിന്തിക്കേണ്ടത് ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ചെയ്തപ്പോഴാണ് എനിക്ക് കണ്ടിന്യൂസ് 10-13 ഹിറ്റുകൾ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ആ രൂപത്തിൽ വരും. ഇപ്പം നമുക്ക് അതേത് ഈ 3 വാക്ക് ഒരുപാട് വാക്കുണ്ടല്ലോ ഇതിന്. 3 വാചകങ്ങളിലൂടെ അല്ല, അതുപോലെ പണ്ട് ഒരു 2-3 വാചകത്തിൽ നിന്ന് ഉണ്ടായതാണ് പറക്കുന്നളിക. ഒരാളുടെ അപ്പനെ ബസ് ഇടിക്കുന്നു, ആ ബസ് കമ്പനിയായിട്ട് വലിയ കേസാകുന്നു, അവസാനം മുതലാളി കോംപ്രമൈസ് ബസ് കൊടുക്കുന്നു, ആ ബസ് വാങ്ങിയ ഈ അപ്പനും മരിച്ചുപോയി, മകന് ആ ജീവിതം മൊത്തം പ്രശ്നമാകുന്നു എന്നുള്ളതാണ് പറക്കുന്നളികയുടെ വാചകങ്ങൾ. അപ്പം അങ്ങനെ അതുപോലെ മീശവാൻ തുടങ്ങുന്ന സമയത്ത് ഒറ്റ വാചകമേ ഉള്ളൂ, കള്ളൻ പോലീസിനെ പിടിച്ച്. അതിൽ നിന്നാണ് മീശമാധവൻ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന പോലെ അതുപോലുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. പത്രസമ്മേളനം തീരാറായി. എനിക്കൊരു പോകേണ്ട കാര്യമുണ്ട്. കാരണം വീട്ടിൽ അവിടെ ചെല്ലുമ്പോൾ വൈഫ് ചോദിക്കും, ചോദ്യം വല്ലതും കിട്ടിയോ? പോകേണ്ടത് നിങ്ങൾ ചോദിക്കാനൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഹോസ്പിറ്റലിൽ മോള് പറഞ്ഞു. അല്ല, മലയാള സിനിമയിലെ ഇപ്പോൾ അച്ഛൻ കഥാപാത്രങ്ങൾ ഇപ്പോൾ വന്ന ഓഡിയോ ലോഞ്ചിൽ പറയാറുണ്ട്. ഇപ്പോൾ അച്ഛൻ കഥാപാത്രങ്ങൾ ചെയ്ത് ഇപ്പോൾ ഞാനും സിദ്ദിഖ് ഇപ്പോൾ നിങ്ങളുടെ ഒരു മത്സരം പോലെയാണ്. ഇപ്പോൾ ഒരു വൈബ് തന്ത എന്ന ലെവലിലോട്ട് ഇപ്പോൾ സെന്റിമെന്റ് ഇമോഷണലൊക്കെ മാറിയിട്ട് നല്ല വൈബായിട്ടുള്ള അച്ഛന്മാരുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമാണ് മലയാള സിനിമയിൽ മലയാളികൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ശരിക്കും ഒരു മത്സരം പോലെയാണോ നിങ്ങൾ തമ്മിൽ? ഞാനോ ആരോട്ട് പുള്ളി സച്ചിൻ ടെണ്ടുൽക്കർ, ഞാൻ ലീഗ് കളിക്കുന്ന ഒരു ചെറിയ പയ്യൻ. അപ്പോൾ എന്നെ വഴിക്ക് വിടുക. പിന്നെ ഈ സിനിമ ഞാൻ പറയാം, ഇവിടെ പത്രസമ്മേളനം എനിക്ക് തോന്നുന്നു ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ഉത്തരത്തിന് ലെങ്ത് കൂടിയതായിട്ട് എനിക്ക് തോന്നി. ഉത്തരം കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ട് കുറേ ചോദ്യങ്ങൾ നമുക്ക് പറയാനും തോന്നി. കാരണം പക്ഷേ എല്ലാവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ സിനിമ അതറിയാം കാര്യമല്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെയൊക്കെ കാര്യമാണോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇത് സന്തോഷം കൊണ്ടിരിക്കുന്ന ഒരു പ്രസ് മീറ്റാണ്. നമ്മൾ സാധാരണ പടത്തിന് മുമ്പ് പ്രസ് മീറ്റ് വെക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കര നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരും. കാരണം ഈ സിനിമ വിജയിച്ചിട്ട് അഭിമാനപൂർവ്വം ഇവിടെ ഇരിക്കുന്നു. ദൈവം ഒരു സിനിമ ഓടിയല്ലോ എന്നുള്ള സന്തോഷം. പ്രത്യേകിച്ച് ധ്യാനമായിട്ടൊരു വേദി പങ്കിടാനും അദ്ദേഹത്തിന് ഒരു ഹിറ്റ് കൊടുക്കാനും സാധിച്ചല്ലോ. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇപ്പം ഈ ഉത്തരം കഴിഞ്ഞ് പോവുകയാണ്. നന്ദി, നമസ്കാരം.